അധിക നികുതി വിഷയത്തിൽ കോർപ്പറേഷന്റെ ആദ്യ കൌൺസിലിൽ തന്നെ തീരുമാനമെടുത്ത് സർക്കാരിന്റെ അനുമതിയോടെ ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് ഡോക്ടർ മേയർ നിജി ജസ്റ്റിനും ഡെപ്യൂട്ടി മേയർ എ പ്രസാദും അറിയിച്ചു. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു മേയറും ഡെപ്യൂട്ടി മേയറും. 50 വർഷത്തെ നഗരവികസനം മുന്നിൽ കണ്ടുള്ള വികസന കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്ന് മേയർ അറിയിച്ചു. കോർപ്പറേഷന്റെ നിലവിലെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കും. നഗരത്തിലെ തകർന്ന റോഡുകൾ അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കും. KSRTC റോഡ് പുതുവത്സര സമ്മാനമായി ജനുവരി 6-ന് തുറന്നു നൽകും. തെരുവുനായ ശല്യം പരിഹരിക്കാൻ ഷെൽട്ടർ സ്ഥാപിക്കുമെന്നും ABC പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുമെന്നും മേയർ പറഞ്ഞു. ജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ അദാലത്ത് സംഘടിപ്പിക്കും. നഗര സൗന്ദര്യവൽക്കരണം ഗൗരവമായി എടുത്ത് മുന്നോട്ടു പോകും. സ്ത്രീകൾക്കായി നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ പിങ്ക് വാഷ്റൂം സ്ഥാപിക്കും. MG റോഡ് വികസനം ഫാസ്റ്റ് ട്രാക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി യാഥാർത്ഥ്യമാക്കും. മേയർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പൂച്ചെണ്ടുകളോ ഷാളുകളോ സ്വീകരിക്കില്ല. അതിന് ചിലവാകുന്ന തുക ഡയാലിസിസ് രോഗികൾക്ക് നൽകാനായി മേയർ റിലീഫ് ഫണ്ടിലേക്ക് കൈമാറണമെന്നും ഡോക്ടർ നിജി ജസ്റ്റിൻ ആവശ്യപ്പെട്ടു. നഗരത്തിന്റെ വികസനം തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും മുൻഗണനയിലുള്ള കാര്യം. തൃശൂർ അറ്റ് 2075 50 വർഷത്തെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് തൃശൂർ ഡെവലപ്മെന്റ് കോൺക്ലേവ് ഞങ്ങൾ സംഘടിപ്പിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട്. തെരുവുനായ്ക്കൾക്കായി ഒരു ഷെൽട്ടർ ഉണ്ടാക്കും. തെരുവുനായ്ക്കളുടെ ABC പദ്ധതി അത് കാര്യക്ഷമമായി നടപ്പിലാക്കും. മേയർ പങ്കെടുക്കുന്ന പരിപാടികളിൽ യാതൊരു തരത്തിലുള്ള പൂച്ചെണ്ടോ പൂവോ ഷാളോ മെമന്റുകളോ ഒന്നും നമുക്ക് ആഗ്രഹിക്കുന്നില്ല. അതിന് പകരം ആ ഒരു തുക കൊണ്ട് നമ്മൾ ഡയാലിസിസ് രോഗികൾക്ക്, കീമോതെറാപ്പി വേണ്ടിവരുന്ന രോഗികൾക്ക് മേയേഴ്സ് റിലീഫ് ഫണ്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. മേയർ സ്ഥാനം ടേമായി നിശ്ചയിച്ചിട്ടില്ല. നേതൃത്വം പറഞ്ഞാൽ അപ്പോൾ സ്ഥാനമൊഴിയുമെന്നും പണപ്പെട്ടി വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും നിജി ജസ്റ്റിൻ കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ഭരണസമിതി നടത്തിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ അതുമായി മുന്നോട്ടു പോകുമെന്ന് ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് പറഞ്ഞു. മുൻകൂർ അനുമതി കൊടുത്ത കാര്യങ്ങൾ പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിലുള്ള കോർപ്പറേറ്റ് സാമ്പത്തിക സ്ഥിതി അത്ര സുഖകരമായ സാമ്പത്തിക സ്ഥിതിയിലെ കണക്കെടുത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സാമ്പത്തിക അവസ്ഥയെപ്പറ്റി കൃത്യമായി പഠിച്ച് കൃത്യമായി ധവളപത്രം ഇറക്കി അത് കൗൺസിൽ മുമ്പാകുകയും ജനങ്ങൾക്ക് മുമ്പാകുകയും കൃത്യമായി തന്നെ അവതരിപ്പിക്കും. തുടരേണ്ട പദ്ധതികളൊക്കെ തന്നെ അത് തുടർന്നു പോകും. നാടിന് ഗുണകരമായ ഒരു പദ്ധതി നമ്മളിപ്പോൾ നിർത്തിയായിട്ട് ഇനി അതിനെന്താണ് പൂർത്തീകരിക്കാനുള്ളത് ആ നടപടിയിലേക്ക് കടക്കും. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, വൈസ് പ്രസിഡന്റ് ജിജോ ജോൺ, കൃഷ്ണകുമാർ ആമലത്ത് എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ.